ഹരേ കൃഷ്ണ. ബാലിയുടെ വാലിൽ രാവണനെ കെട്ടിത്തൂക്കുന്ന കഥാഭാഗമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് രാവണൻ്റെ മകൻ മേഘനാഥൻ ദേവേന്ദ്രനെ വൃക്ഷച്ചുവട്ടിൽ കെട്ടിയിട്ടു. ഇതറിഞ്ഞ് ബ്രഹ്മാവ് ദേവലോകത്ത് നിന്നെത്തി രാവണനോട് പറഞ്ഞു ദേവേന്ദ്രനെ മോചിപ്പിക്കാൻ. രാവണൻ സൈന്യാധിപനോട് ദേവേന്ദ്രനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ദേവേന്ദ്രനെ മോചിപ്പിച്ചു രാവണൻ. ബ്രഹ്മാവ് രാവണനെ അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി. രാവണൻ അങ്ങനെ അഹങ്കാരത്തോടുകൂടി ലങ്ക വാണു. ഇന്ദ്രലോകത്തെത്തിയ ദേവേന്ദ്രൻ തനിക്ക് നേരിട്ട പരാജയവും അപമാനവും ഓർത്ത് ദുഃഖിതനായി തീർന്നു. ആ സമയത്ത് നാരദമുനി അവിടെ എത്തി ദേവേന്ദ്രനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവേന്ദ്ര, രാവണൻ്റെ അഹങ്കാരം എത്രയും പെട്ടെന്ന് തീർക്കേണ്ടത് ദേവന്മാരുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവൻ ഇനിയും അടങ്ങിയിരിക്കുകയില്ല. അതിന് ഞാനൊരു ഉപായം കണ്ടിട്ടുണ്ട്. ആ ഉപായം എന്താണ് നാരദരെ? ദേവേന്ദ്രൻ ആകാംക്ഷയോട് ചോദിച്ചു. അങ്ങയുടെ പുത്രനായ ബാലി വിചാരിച്ചാൽ ഇതെല്ലാം നിഷ്പ്രയാസം സാധിക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണ്? ബാലിയെ കണ്ടാൽ ആരാണ് ഭയക്കാത്തത്? കാലനു പോലും അവനെ പേടിയാണ്. പിന്നെയാണോ ഈ രാവണൻ? ബാലിയുടെ ഒരു വാലിൽ അവനെ ബന്ധിക്കണം. ഒരാണ്ട് അവൻ അവിടെ കിടക്കട്ടെ. അതോടെ അവൻ്റെ അഹങ്കാരവും തീരും, നാരദൻ പറഞ്ഞു. ബാലിയോട് അങ്ങ് തന്നെ ഈ വിവരം ചെന്ന് പറയണം. അവനെ കൊണ്ടെല്ലാം ചെയ്യിക്കുകയും വേണം, ദേവേന്ദ്രൻ മുനിയോട് പറഞ്ഞു. അതോർത്ത് അങ്ങ് വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നാരദൻ അവിടെ നിന്നും പുറപ്പെട്ടു. നേരെ ബാലിയുടെ അടുത്തെത്തി രാവണൻ്റെ പരാക്രമങ്ങളെക്കുറിച്ച് അറിയിച്ചു. ദേവേന്ദ്രനെ അപമാനിച്ച വിവരവും നാരദൻ കൂട്ടിച്ചേർത്തു. അത് കേട്ട് ബാലി കുപിതനായി. നാരദൻ അവിടെ നിന്നും നേരെ പോയത് ലങ്കയിലേക്കായിരുന്നു. നാരദ മുനിയെ കണ്ട രാവണൻ വളരെ ഭക്തിപൂർവം സൽക്കരിച്ചിരുത്തി കുശലൻ ചോദിച്ചു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ.